യാത്രകൾ ചെയ്ത് തന്റെ സ്വപ്ന ഭവനം നിർമ്മിച്ച ജെഫ്രി സാമിന്റെ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ആ ചെറിയ വീട് ഒരു ഓടിട്ട കുഞ്ഞു വീടായിരുന്നു. ആ വീടിനെ എൻ്റെ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ട് ഞാൻ രണ്ട് ബാത്റൂം ഒക്കെ വെച്ചിട്ട് PVC പൈപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഷവറൊക്കെ സെറ്റ് ചെയ്തത്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. വീട് വീണോണ്ട് നിൽക്കുമ്പോഴും ഞാൻ ഈ അരി അരച്ചോണ്ടിരിക്കും. എന്തിനാണെന്നറിയോ? രാവിലെ സ്കൂൾ കുട്ടികൾ വണ്ടി പോകുമ്പോൾ അവർക്ക് ദോശ ഇട്ട് കൊടുക്കണം, ചായ വെച്ച് കൊടുക്കണം. അന്നേരം ഉണ്ടല്ലോ, നിങ്ങൾ ആരെ ജീവിതത്തിലും വന്നിട്ടുണ്ടാവില്ല. ആ മഴ സമയത്ത് അത്രയും നമ്മളിങ്ങനെ നിന്നാലില്ലേ. എനിക്ക് തന്നെ ഓർമ്മയുണ്ട്. അതായത് അമ്മ എനിക്ക് ഡെയിലി പാല് തരും, പ്രോട്ടീനായിട്ട് പാല് തരും. ഒരു ദിവസം ഇതുപോലെ രാത്രിയോ രാവിലെയോ ഒരു സമയത്ത് പാല് തരുന്ന സമയത്ത് പാലിനകത്ത് ഞാൻ പാല് മൊത്തം കുടിച്ചു. അതായത് കുടിച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ എടുത്ത് അച്ഛൻ പൈസ എന്ന് പറയുന്ന സാധനം എൻ്റെ അടുത്ത് ഇല്ലാതെ 5 പൈസ ഇല്ലാതെയാണ് ഞാൻ ഈ വീട് വാങ്ങിക്കുന്നത്. ആരും വിശ്വസിക്കില്ല. അതായത് ഞാൻ ഫൈനലായിട്ട് ഞാൻ ഈ വീട്, കാറ് ഇതൊക്കെ വാങ്ങിച്ചപ്പോൾ ഞാൻ അറിയാതെ എൻ്റെ ബാക്കിൽ നിന്ന് സംസാരിക്കുന്നത് ഞാൻ എനിക്കെന്തൊക്കെ കള്ളക്കടത്താണ്, ഓക്കെ, എനിക്കെന്തൊക്കെ വേറെ പരിപാടിയാണ്. സത്യം അറിയുന്നവർക്ക് അറിയാം, ഞാൻ ആരും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയിട്ടില്ല. സ്വർണം വാങ്ങിയിട്ട് ഉപയോഗിച്ചിട്ട് ഇടൂല. ഞാൻ കോയിൻസാ വാങ്ങും. അത് ഞാൻ വാങ്ങുന്ന കോയിനിലെ പിടിയിലെന്ന് പറഞ്ഞാൽ അതിന് പണിക്കൂലി കൊടുക്കണ്ട. അങ്ങനെ ഈ കോയിനുകൾ വാങ്ങി സൂക്ഷിച്ച് ഇത് വെച്ചിട്ടാണ് ഞാൻ ഒരു വീടെടുക്കണം എന്നുള്ള സ്വപ്നം കണ്ടത്. പക്ഷെ എന്റേതായ 1 റുപ്പി ഇവ വാങ്ങിയിട്ടില്ല. ഞാൻ 2024 വരെ, അതായത് 2025 നവംബറിലാണ് നമ്മൾ വീട്ടിലേക്ക് താമസം. അതുവരെ 2025 നവംബറിന് മുമ്പ് വരെ ഞാൻ എൻ്റെ പഴയ മിഡിൽ ക്ലാസ്സിൽ എല്ലാവരും താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. ഈ ഒരു പഴയ വീട് എടുത്തിട്ട് അതിന് റിനോവേറ്റ് ചെയ്യുന്ന പറയുമ്പോൾ ഭയങ്കര ചിലവാണ്. അതിന്റെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്. കാരണം ഇതിന്റെ വരവ് നോക്കണം, ഇതിന്റെ വെളിച്ചം, ഇതിന്റെ അങ്ങനെ ഇങ്ങനെ ശാസ്ത്രമൊക്കെ. ഞാൻ പറഞ്ഞു, നമ്മൾ കഷ്ടപ്പെട്ടെടുക്കുന്ന വീടാണ്, ഇതിനെ ഒരു വേർപ്പ് ചിലവാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ദൈവം അത് കാണുന്നുണ്ടെങ്കിൽ ശാസ്ത്രം നോക്കേണ്ട ആവശ്യമില്ല. അത് അടിപൊളി ഹാപ്പി ആയിട്ട് വീടെടുത്തതിന് ശേഷം നല്ല തന്നെയാണ്. ദൈവം സഹായിച്ചിട്ട് ഒരു 2 വണ്ടിയൊക്കെ നമുക്ക് പുതിയതെടുക്കാൻ വേണ്ടി പറ്റില്ല. ഒരു കുഞ്ഞൊരു വണ്ടി, ഒരു കാറും അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി പറ്റി. പഴയ വീട് വീണ് പോയപ്പോൾ എന്നെ ഒരു പാർട്ടിക്കാർ വന്ന് സഹായിച്ചിട്ട് കെട്ടിട്ടുണ്ട്. അങ്ങനത്തെ ലെവലിലായിരുന്നു നമ്മൾ ഉണ്ടായത്. ഇന്നിപ്പോ നമ്മൾ ആരുടെ 1 രൂപ വാങ്ങിക്കാതെ വീട് വെച്ചു. ഇനി എന്റെ ആഗ്രഹം പറ്റുവാണെങ്കിൽ ദൈവം സഹായിച്ചിട്ട് ആരെങ്കിലും അർഹതപ്പെട്ടവർക്ക് കയ്യിൽ പൈസ വരും, ഒരു കുഞ്ഞു വീടൊക്കെ. നമ്മുടെ കട്ടള തടിയല്ലല്ലോ, സ്റ്റീലല്ലേ? സ്റ്റീലോ? പെട്ര, കട്ടളയോട് കൂടിയ സ്റ്റീൽ ഡോസ്, തടിയേക്കാൾ മികച്ചത്. ഇനി തടി കണ്ടെത്താനും തച്ചനെ തിരയാനും മെനക്കെടണ്ട. ഈടും ഉറപ്പും ഭംഗിയുള്ള പെട്ര വീടിന് നൽകും തടിയെ വെല്ലുന്ന തലയെടുപ്പ്. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്, അഴകിലും ഉറപ്പിലും കാലാതീതം. ഇന്ന് നമ്മൾ ഈ വീടാണ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വരൂ, നമുക്ക് ഒരുമിച്ച് ഈ വീടിന്റെ വിശേഷങ്ങൾ കാണാം. സൈന സൗത്ത് പ്ലസ് ഹോം ടൂർ പവർഡ് ബൈ പെട്ര സ്റ്റീൽ ഡോർസ്. ഹലോ, സുഖായിരിക്കുന്നോ? പുതിയ അതിഥികളൊക്കെ ഞാനില്ലേ, അതിന് ഒരു 1 ഇയർ മുമ്പ് ഇവിടെ വന്ന പോലെയല്ല, ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഞാൻ ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. ശരിക്കും മാറ്റങ്ങൾ കുറെ ഉണ്ട്, കാണിച്ചു തരാം. ഒരു കുഞ്ഞു വണ്ടി വാങ്ങിച്ചു, BMW. ആ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഓൾറെഡി സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു M80 വാങ്ങിച്ചു. ഓക്കെ, അത് ഭയങ്കര ആഗ്രഹമായിരുന്നോ? അത് ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് എൻ്റെ മാമനൊക്കെ മീൻ വെക്കാനും പിന്നെ എൻ്റെ അപ്പനൊക്കെ വണ്ടി പഠിച്ച ഒരു മോഡലായിരുന്നത്. അതിന് എൻ്റെ വയസ്സുണ്ടാവും വണ്ടിക്ക്. സോ വണ്ടി വാങ്ങിച്ചു. പിന്നെ വീടിന്റെ ഫേസ് ഒക്കെ ഒന്ന് മാറ്റി. ഓൾറെഡി അന്ന് വന്നത് പോലെയല്ല. ശരിക്കും ഇത് ആരുടെ ഐഡിയ ആണ്? ഇത് മൊത്തത്തിൽ ചോദിക്കട്ടെ, ഈ ഒരു വീട് മേക്ക് ഓവറിന്റെ ഐഡിയ എന്ന് പറയാൻ, ഒരു വീട് വാങ്ങിക്കണം, ഇഷ്ടപ്പെട്ട രീതിയിലാക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീട് വാങ്ങിച്ചു. പ്ലാൻ മൊത്തം എൻ്റെ തന്നെയായിരുന്നു. പക്ഷേ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ആരും ഐഡിയ ഒന്നുമില്ല. ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഓരോന്ന് നടന്നു പോയി. ആഗ്രഹം ഉണ്ടായിരുന്നു, ആഗ്രഹത്തിന് പുറമെ ഒന്ന് പരിശ്രമിച്ചു, ഇതൊക്കെ ആയി. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ പാരന്റ്സിന് വേണ്ടിയിട്ടൊരു വീട് വെച്ചു, അവരുടെ ഒരു ഡ്രീം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യണേ. കഴിഞ്ഞോട് വന്നപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എൻ്റെ പഴയ വീട് അറിയുന്നവർക്ക് അറിയാം. ഏകദേശം ഒരു സെന്റ് പോലും തികച്ചില്ല. അതിൻ്റെ ഉള്ളിലായിരുന്നു ഉണ്ടായത്. പെട്ടെന്ന് ഒരു വീട് എടുക്കണം തോന്നി. അതിന്റെ ബാക്കിൽ കുറെ സ്റ്റോറീസ് ഉണ്ട്, എല്ലാം പറയാൻ കയറി വാ. കമോൺ.
ഇതാ ഒരാളെ വന്നിട്ട് ഹലോ, എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ? അറിയോ? ഇപ്പൊ ഞാൻ നിന്നെക്കാട്ടി സബ്സ്ക്രൈബർ കൂടുതൽ ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. ലൈക്ക് എടുത്തതാ, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ചാനലാ ഞാൻ ലൈക്ക് ഇടുന്നത്, മനസ്സിലായില്ലേ? സന്തോഷം. ആള് പറയാ അന്ന് വന്നപ്പോ പോലും നല്ല വീട് ഒരുപാട് പുറത്തായിരുന്നു ഫുള്ള്, പക്ഷെ ഭയങ്കര അടിപൊളിയാക്കി. സൂപ്പറാക്കി. ഞാൻ കുടിച്ചു, അതങ്ങ് ജ്യൂസ് തന്നായിരുന്നു, മറന്നുപോയി. ലക്ഷ്മിക്കണ്ട നിങ്ങൾ ഇപ്പൊ കൊടുത്തോ ജ്യൂസോ സ്പ്രൈറ്റ് എന്താ വെച്ചാൽ ആ ഇരിക്കും, എന്നോട് ഇരിക്കാൻ പറഞ്ഞ ഇരിക്കുന്നില്ല. ശരി അപ്പാ ഡാഡി വരൂ. ഹലോ. കൂടുതൽ വീഡിയോസിലൊക്കെ വരുന്നത് കുറവാണ്. അതെന്ത് പറ്റി, മടിയാണോ? എന്നെക്കാട്ടി ഗ്ലാമർ കുറവായോണ്ട്. ആള് റയർ പീസാ. എനിക്കൊന്ന് വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻസ് അച്ഛൻ്റെ ഇരിക്കും. ആവട്ടെ, രണ്ടാളിരിക്കും, ഞാൻ മാറിത്തരാം. അത് എന്നെക്കാട്ടി ഗ്ലാമർ കുറവായോണ്ട് ഗ്ലാമർ. ഞാൻ പറയട്ടെ, എനിക്കൊന്നു അച്ഛന്റെ അമ്മന്റെ ഏറ്റവും വലിയ ആഗ്രഹം പോലെ തന്നെ മകൻ ഒരു അടിപൊളി വീട്. അല്ല വേണ്ട, നമുക്ക് ഗായ്സ്മാരോട് ചോദിക്കാം, മേക്കപ്പ് ചെയ്തത് നിങ്ങളാണോ ഞാനാണോ ഗ്ലാമർ? അതിന് ഡൗട്ടൊന്നുമില്ല, നിങ്ങൾ രണ്ടുപേരും സൂപ്പറാ. ഞാൻ കഴിഞ്ഞ തവണ വന്ന സമയത്തും ഇപ്പത്തെ വീടും ഭയങ്കര ഡിഫറെന്റ് ആണ്. കാരണം എനിക്കറിയാം ഇതിന്റെ പുറകെ നല്ല പണി എടുത്തിട്ടുണ്ട് ഇപ്പൊ കാണുന്ന ഈ വീട്. കാരണം അന്നത്തെ വീട് ഇതൊരു ഭയങ്കര ഡിഫറെന്റാ. ഒരു വർഷമായി ഇത്ര മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര മെനക്കെട്ടുണ്ടാവും, അതായത് പണിക്കാരെന്ന് വെച്ചാല് എനിക്ക് ഈ വീടിന്റെ, അതായത് എനിക്ക് ഒരു രൂപത്തിലാക്കണം എന്ന് ഞാൻ എന്റെ ഫ്രണ്ട് കുറെ അടുത്ത് പറഞ്ഞു. ഞാൻ ഈ വീടിന്റെ പഴയ ഫോട്ടോ നിങ്ങൾ കണ്ടല്ലോ, പഴയ ഫോട്ടോ. അപ്പൊ ഈ ഒരു വീട് ഞാൻ ഒന്നാമത് ഇത് ഞാൻ വാങ്ങിച്ചു. അപ്പൊ ഇതിന് നമ്മൾ പൈസ ഇടാൻ പല ആൾക്കാരും പറഞ്ഞു പഴയ വീട് നമ്മൾ പൈസ ഇടണ്ട, കൂടുതൽ പൈസ ഇറങ്ങും അങ്ങനെയാണെന്നൊക്കെ. അങ്ങനെ ഞാൻ കുറെ ആൾക്കാരുടെ അടുത്ത് പോയി. അപ്പൊ മണാലിയിൽ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്ന ഒരു 4 പിള്ളേരുണ്ടായിരുന്നു. പിള്ളേർ ചേട്ടന്മാര്. അവരെന്ന് വെച്ചാൽ ഇന്ത്യയിൽ വർക്കൊക്കെ ചെയ്യുന്ന ഹൈബ്രിക്സ് അങ്ങനെ എന്തോ മലപ്പുറത്തുള്ള ഒരു കമ്പനിയാണ്, പേര് കറക്റ്റായിട്ട് അറിയില്ല. ഹൈബ്രിക്സ് അങ്ങനെ എന്തോ ആണ് അവരുടെ കമ്പനിയുടെ പേര്. അപ്പൊ ഇവര് എന്നോട് പറഞ്ഞായിരുന്നു, ജെഫ്രി നമ്മൾ മണാലി ട്രിപ്പ് നീ അടിപൊളിയായി തന്ന്, നീ ഭാവിയിൽ എപ്പോൾ വീട് വെച്ചാലും നിന്റെ വീടിന് ഇന്ത്യയിൽ ഡിസൈനിങ് ഫുൾ ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തിരുന്നു. ഞാൻ ആളെ ആ സമയത്ത് വിളിച്ചു, പറഞ്ഞു വെച്ചതാണല്ലോ. ഞാൻ വിളിച്ചിട്ട് കാര്യം പറഞ്ഞിട്ട് വീട് എടുത്ത് ആള് ടീമായിട്ട് വന്നു, ഫുള്ള് മെഷർമെന്റ് ഒക്കെ എടുത്തിട്ട് എനിക്ക് എങ്ങനെയാണോ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ എന്റെ ഐഡിയാസ് പറഞ്ഞു, ആളുടെ ഐഡിയാസ് പറഞ്ഞു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഡിസൈനിലേക്ക് ലാസ്റ്റ് എത്തി. ഞാൻ പറഞ്ഞ അങ്ങൊന്നുള്ളൂ, എനിക്ക് എന്റെ റൂമിൽ ഇരുന്നാലും മഴ കാണണം. ആ മോന് ഒരു എഞ്ചിനീയർ ആണ്, ഇവര് തമ്മിലുള്ള പരിചയമാണ്. സാധാരണ നമ്മൾ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിചാരം എന്താ, നമ്മൾ പണി മൊത്തം അവരെ ഏൽപ്പിച്ച അവര് വന്നെല്ലാം ചെയ്തോളൂ എന്നല്ലേ. ഈ മോന്റെ കഴിവ് എന്താണെന്നറിയോ, ഫോൺ കൂട്ടന്നെ ജെഫ്രിക്ക് ഐഡിയ കൊടുക്കും. അപ്പൊ ഒരു ഭാഗം കുത്തിപ്പൊളിക്കും, ഒരു ഭാഗം ഞാൻ ജെഫ്രി അടിയാവും, വഴക്കുണ്ടാവും. അങ്ങനെ അവരൊക്കെ പ്ലാൻ വന്നു. അപ്പൊ ഇത് മുറിക്കണം തയ്ക്കണം, ഇത് ഇങ്ങനെയൊന്നുമല്ല, ഇനിയും കുറെ മാറുമായിരുന്നു. പക്ഷെ എന്റെ അമ്മ വീട് മുറിക്കാൻ വിടുന്നില്ല, മുറിക്കാൻ വിടുന്നില്ല, തറയ്ക്കാൻ വിടുന്നില്ല. ഒരു സൈഡിൽ നിന്ന് പൊളിക്കുമ്പോ ഒരു സൈഡിൽ നിന്ന് പ്രശ്നം. അപ്പൊ ഇവന് ഈ എന്റെ എഞ്ചിനീയർ ഫ്രണ്ട് നിഷാന്ത് എന്ന പേര് ആള് വിളിക്കും, നമ്മുടെ രണ്ടാളും പ്രശ്നം എന്നിട്ട് പിന്നെ സോൾവ് ചെയ്യും. പക്ഷെ അവന്റെ ഒരു കഴിവിന് സെല്യൂട്ട് എവിടെയാണെന്നറിയോ, ലാസ്റ്റ് ഞങ്ങളെ മിറ്റത്ത് ബിൻജാക്ക് എന്നുള്ള ബോർഡ് വെച്ചത് അവന്റെ ഒരു ഗിഫ്റ്റ് ആണ് ഞങ്ങൾക്ക്. അപ്പൊ എന്നോട് ചോദിച്ചാ ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മയും ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മയും ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ ഈ വീട്ടിന്റെ ഓരോ പണിയെടുക്കുമ്പോ അമ്മ എന്നുള്ളവർക്ക് ഈ വീട് നമുക്ക് പൊളിക്കും എടുക്കും ചെയ്യുമ്പോ നമുക്കൊരു വേദന ഉണ്ടാവും. പക്ഷെ നിന്റെ കഴിവ് എവിടെയാണെന്ന് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷെ ഭയങ്കര പണീന്റെ അത് ഫോൺ കുത്തിരുന്നിട്ട് ഇവിടെ ഇത് പൊളിക്കുക അത് പൊളിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറലായി ചിന്തിക്കുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാവുമല്ലോ. പക്ഷെ അങ്ങനെയല്ല, പൊളി. അതിപ്പോ ഇവിടെ കിടക്കുന്ന ഒരു ഫ്രെയിം ആയാലും ഒരു ഡിസൈൻ കംപ്ലീറ്റ്, എത്ര സാധനം വേണോ എത്ര വേണ്ട, വീട്ടിൽ നമ്മൾ കണ്ടമാനം സാധനങ്ങൾ വാങ്ങിയിരുന്നില്ല, അതൊന്നും വേണ്ടമ്മേ, അങ്ങനെയൊക്കെ പറഞ്ഞു തന്നു. അതായത് ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോ ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ ഫ്രെയിംസ് ഒക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ കാര്യം, പിന്നെ ആ ഒരു ചെറിയ ലൈന് വെച്ചതൊക്കെ ഈ പെയിന്റിന്റെ എല്ലാം അവന്റെ പ്ലാനാണ്. ഞാൻ എന്റെ രീതിയിൽ പറഞ്ഞു, ആളുടെ ഒരു ഹെൽപ്പും കൂടി കൊണ്ടാണ് ഈ ഒരു വീട് ഇങ്ങനെ ആയത്. പണിയെടുത്തത് ഞാനും. ഒരു കാര്യം പറയട്ടെ, ഈ വീട്ടിന്റെ എല്ലാ കഴിഞ്ഞ് ഒരു ഇലക്ട്രീഷ്യൻ വർക്ക് ഉണ്ടായി ലാസ്റ്റ് മൂമെന്റിൽ. ആ വർക്ക് തീർക്കാൻ വേണ്ടിട്ട് ഒരാഴ്ച 10 ദിവസം ഇവിടുത്തെ ലോക്കൽ മെമ്പർ പറഞ്ഞു. ഈ എഞ്ചിനീയർ ജസ്റ്റ് അവന്റെ കെയർ ഓഫ് ലോന്റെ വർക്കറിനെ പറഞ്ഞിട്ട് ജസ്റ്റ് 24 വിത്തിൻ 24 ഉള്ളില് നമ്മൾ വീടിന് ഫുള്ള് ഇലക്ട്രീഷ്യൻ വർക്ക് തീർത്തിട്ട് അത്ര കപ്പാസിറ്റി കഴിവുള്ള മലയാളം മനസ്സിലായോ? ഈ 4 പേര് 5 പേര് ചുരുങ്ങിയത് 4 പണിക്കാരെങ്കിലും വരണോന്ന് പറഞ്ഞു. 4 പണിക്കാർക്ക് 5 ദിവസത്തെ പണി. അപ്പൊ ഒരാഴ്ചത്തെ പണി പിടിച്ചോ, ശനിയാഴ്ച. അപ്പൊ ആ കുട്ടികള് ട്രെയിന് സാമ്യമാര് മാല ഇട്ട സമയത്ത് ഈ വ്രതം എടുക്കുന്ന സമയത്താണ് വന്നത്. ഒരു വസ്തു കഴിക്കാണ്ടാണ് രാത്രി വന്ന് പിറ്റത്തെ 8 മണിന്റെ ട്രെയിന്
അവർ പണി ഈ റൂമിന്റെ കംപ്ലീറ്റ് എന്ന് വെച്ചാൽ എഞ്ചിനീയർ നമ്മൾ പറയുന്നതിനെക്കാട്ടി അവരെ ഒരു പ്ലാനിങ് കൂടി സ്വന്തം വീട് പോലെ ഉണ്ടാവും ഒന്ന് ചെയ്തത്. നോക്കി ചെയ്ത്. അങ്ങനെയുള്ള കുട്ടികൾ എന്ന് വെച്ചാൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടു എന്നുള്ളത് അവർക്ക് അത് ഉൾക്കൊണ്ട് Yes, yes. അവര് ഉൾക്കൊണ്ട് അപ്പൊ അതുപോലെ നമ്മൾ കുറെ ആൾക്കാർ ഈ ഭൂമിയിൽ ഉണ്ട്. പിന്നെ പറയാനുള്ളത് ഈ വീട് പഴയ വീട് പൊളിക്കണ്ട വെക്കണം എന്നല്ല, അങ്ങനെ പറഞ്ഞ ആൾക്കാരൊക്കെ ഈ വീട്ടിൽ കൂടെ വന്നപ്പോ വളരെ അത്ഭുതപ്പെട്ടു. മാറ്റിപ്പോ മാറ്റി പറഞ്ഞു. കാരണം പഴയ വീടും ഈ ഒരു പഴയ വീട് എടുത്തിട്ട് അതിന് റിനോവേറ്റ് ചെയ്യുന്ന പറയുമ്പോൾ ഭയങ്കര ചെലവാണ്. അതിന് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്. കാരണം ഇതിന്റെ വരവ് നോക്കണം, ഇതിന്റെ വെളിച്ചം, ഇതിന്റെ അങ്ങനെ ഇങ്ങനെ ശാസ്ത്രമൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടെടുക്കുന്ന വീടാ. ഇതിനെ ഒരു വേർപ്പ് ചെലവാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദൈവം അത് കാണുന്നുണ്ടെങ്കിൽ ശാസ്ത്രം നോക്കേണ്ട ആവശ്യമില്ല. അത് അടിപൊളി ഹാപ്പി ആയിട്ട് വീടായിരിക്കും. വീട് എടുത്തതിന് ശേഷം നല്ല തന്നെയാണ്. ദൈവം സഹായിച്ചിട്ട് ഒരു 2 വണ്ടിയെങ്കിൽ നമുക്ക് പുതിയത് എടുക്കാൻ വേണ്ടി പറ്റില്ലേ? ഒരു കുഞ്ഞൊരു വണ്ടി, ഒരു കാറും ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി പറ്റി. പക്ഷെ ആ കുഞ്ഞു വണ്ടി കൊണ്ടുവരുമ്പോ എനിക്ക് രാത്രി ഉറക്കണ്ടായിട്ടില്ല കേട്ടോ. എന്താ? വലിയ വണ്ടി കൊണ്ടുവരുന്ന വിചാരിച്ച് ഞാൻ അന്ന് കട ആക്കിട്ട് വരുവോ അങ്ങനെ ഞാൻ എല്ലാവരും പറഞ്ഞ M series ഞാൻ വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഹിന്റ് കൊടുത്തു. എല്ലാരും വിചാരിച്ചു BMW M series ആയിരിക്കും. പേടിച്ചു പോയത്. ഞാൻ പക്ഷെ M80 കൊണ്ടുവന്നപ്പോ അത് കുറെ ആൾക്കാർക്ക് സങ്കടമായി. പക്ഷെ വിത്തിൻ 1 വീക്ക് കൊണ്ട് ഞാൻ BMW ഇറക്കി കാണിച്ചു കൊടുത്തു. അപ്പൊ നമുക്ക് ഈ സ്വർഗ വീടൊന്ന് കണ്ടാലോ? എന്തായാലും ഫസ്റ്റ് എന്റെ മൂളത്തെ റൂം തന്നെ കാണിക്കാം. ഒരു മിനിറ്റ് ജസ്റ്റ് നമ്മളെ സ്വർഗ വീട് തന്ന ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളെ ദൈവത്തിന് ഈ രൂപക്കൂട്. അത് ഞാൻ ആദ്യം പറഞ്ഞത് എനിക്ക് ഇവിടെ നമ്മളെ ഹോട്ട് വീൽസ് ഒക്കെ വെച്ച് കാറും ടോയ്സ് ഒക്കെ വെക്കാനുള്ള ഏരിയ. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ വേണ്ട, ദൈവം തമ്പുരാൻ തന്നത്. അപ്പൊ തമ്പുരാനെ കണ്ടിട്ട് നീ പോകും വരും ചെയ്യുമ്പോ പ്രാർത്ഥിച്ചു. നമുക്ക് ഇത്ര സ്ഥലമുള്ളൂ, പിന്നെ വേറെ സ്ഥലം. ഞാൻ വിചാരിച്ച എന്റെ യൂട്യൂബിലെ പ്ലേ ബട്ടണും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു സെറ്റപ്പ് ഒരു സ്ഥലം ആക്കാന്ന് വിചാരിച്ചു. അമ്മ പറഞ്ഞു അത് നിന്റെ മുകളിലെ റൂമില് മാതാജി പറഞ്ഞാ പിന്നെ വേറെ വർത്താനില്ല. അല്ല മേലെ റൂമില് ഹോൾ തന്നെ കിച്ചൺ കാണി. നമ്മുടെ ഏരിയ. എന്റെ കുഞ്ഞി അടക്കള കാണിച്ചു. കിച്ചൺ എന്ന് പറയുന്ന സമയത്ത് പല ആൾക്കാർ ഇപ്പത്തെ വീടിന്റെ, അതായത് മോഡേൺ കിച്ചൺ അത്രക്കൊന്നും ഇല്ല. അതായത് നമുക്ക് സ്വർഗം എന്ന് പറയാൻ കാരണം എന്താ പറയാ, എന്റെ അമ്മ മഴ പെയ്തതിനാല് കാലിനടി കൂടെ വെള്ളം പോകും. പഴയ വീട് ഓക്കെ, കാലിനടി കൂടെ വെള്ളം പോകും. അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് തരുന്നത്. ഓക്കെ, അപ്പോ അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയാണെന്നറിയോ, അത് എനിക്കാണല്ലോ, ഞാനല്ലോ കൂടുതൽ കഷ്ടപ്പെട്ടത് ഉൾക്കൊണ്ടതും. തമ്പുരാൻ എനിക്ക് അതിന്റെ ഭാഗ്യം ഉണ്ടായി. വീട് വീണോണ്ടിരിക്കുമ്പോഴും ഞാൻ ഈ അരി അരച്ചോണ്ടിരിക്കും. എന്തിനാണെന്നറിയോ, രാവിലെ സ്കൂൾ കുട്ടികൾ വണ്ടി പോകുമ്പോൾ അവർക്ക് ദോശ ഇട്ട് കൊടുക്കണം, ചായ വെച്ച് കൊടുക്കണം. അന്നേരം ഉണ്ടല്ലോ, നിങ്ങൾ ആരെ ജീവിതത്തിലും വന്നിട്ടുണ്ടാവില്ല, അട്ടോന്ന് അറിയുന്നില്ല എന്താ അച്ചിള്. ഈ അച്ചിള് വരെ എന്റെ ആ മഴ സമയത്ത് അത്തിരി നമ്മളിങ്ങനെ എനിക്ക് തന്നെ ഓർമ്മയുണ്ട്. അതായത് അമ്മ എനിക്ക് ഡെയിലി പാല് തരും, പ്രോട്ടീനായിട്ട് പാല് തരും. ഒരു ദിവസം ഇതുപോലെ രാത്രിയോ രാവിലെയോ ഒരു സമയത്ത് പാല് തരുന്ന സമയത്ത് പാലിനകത്ത് ഞാൻ പാല് മൊത്തം കുടിച്ചു. അതായത് കുടിച്ചു കഴിഞ്ഞ് നോക്കുമ്പോ എടുത്ത് അച്ഛൻ ഇവനോട് ഞാൻ പറഞ്ഞേ ബാവേ ഞാൻ വന്നിട്ട് എടുത്തു തരാന്ന്. ഇവൻ പറഞ്ഞ അമ്മ പണിയും കഴിഞ്ഞ് വന്നതല്ലേ, അമ്മ അവിടെ ഇരിക്കുക, അമ്മക്ക് ഞാൻ എടുത്ത് തരാന്ന് പറഞ്ഞിട്ട് ഇവൻ ഓടി ചെന്നിട്ട് ഒരു സ്റ്റീലിന്റെ ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ സാധാരണ നാച്ചുറൽ ആയിട്ട് ഒഴിക്കുമല്ലോ, ഒഴിച്ചവിടെ ഈ സാധനം അങ്ങ് പൊന്തി വന്നു. അത് കഴുകിട്ട് വേണ്ട നമുക്ക് എടുക്കാൻ. പാമ്പ് എല്ലാം വരും. ശരിക്കും പറഞ്ഞാൽ ഈ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ ഹാപ്പി ആവുമല്ലോ. വീടായിട്ടുള്ള മെമ്മറീസ് നിങ്ങൾക്കാണ് ഉള്ളപ്പോ അത് ഭയങ്കര അതാണ്. അപ്പന്റെ ഒരു ഡ്രീം ആയിരുന്നു, എന്റെ അമ്മ നിൽക്കുന്നിടത്ത് തന്നെ ഒരു ഗ്യാസ്, ലെഫ്റ്റ് സൈഡ് പൈപ്പ്, റൈറ്റ് സൈഡ് മറ്റേ ഫ്രിഡ്ജ്, പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ അതിലുണ്ടല്ലോ. പക്ഷെ വീട്ടിൽ കൂടാനാവുമ്പോ ഞങ്ങൾക്ക് ഇടയ്ക്ക് നല്ലൊരു വഴക്കുണ്ടായിരുന്നു. എന്താ അറിയോ, ഈ പാത്രങ്ങൾ ഒതുക്കുന്ന സംഭവം ഞാൻ വലിയ വലിയ വീട്ടിൽ പണിക്ക് പോയ വീടുകളിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ അതിന് നല്ല പൈസന്റെ മുടക്കമുണ്ട്. അന്നേരം ഞാൻ വേണ്ടാന്ന് ഞാൻ പറഞ്ഞു, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, അത്രക്കും പൈസ ആവണ്ടല്ലോ എന്ന്. പിന്നെ പൈസ നോക്കിയാൽ കാണുമ്പോ നമ്മൾ വിചാരിച്ച പോലെ ആവണ്ടേ, വെറുതെ ഒരു കുട്ടിക്ക് ഇരുത്താണെങ്കിൽ വാടക വീട്ട് എടുത്തുകൊണ്ടോ. ഞാൻ എന്റെ ഇഷ്ടപ്പെട്ട രീതിയിലാക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തത്. ഓരോന്ന് ഫിറ്റ് ചെയ്യുമ്പോഴും ആളടി ഉണ്ടാക്കും. നിന്റെ കയ്യിൽ പൈസ ചെലവാവില്ലേ. അത് നിനക്ക് വരാൻ പോകുന്ന ഭാര്യ ചിന്തിക്കോ ഇല്ലെന്നല്ല, പക്ഷെ അമ്മയെ ഞാൻ ചിന്തിക്കും അല്ലെ, എന്റെ മോൻ കടത്തിലാവരുത് അല്ലേ. ബ്യൂട്ടിഫുൾ ആയിട്ട് ഇനിയൊരു കല്യാണം എല്ലാം കഴിക്കാം. ടോട്ടലി നമുക്ക് വീട്ടിലുള്ളത് 4 റൂമാണ്. 4 റൂമില് അമ്മക്കും അപ്പനും താഴെ തന്നെ സിറ്റി നിന്നിട്ട് താഴെ ഇതൊരു റൂം അമ്മയുടെ അപ്പനുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ചെറിയ ഹാൾ ട്ടാ. ഞാൻ ശരിക്കും ഈ ഹാള് വലുതാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതാ. ഇവിടുന്ന് ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഒരു തിയേറ്റർ സെറ്റപ്പ് ഒക്കെ ആക്കണം എന്ന് പ്ലാൻ ചെയ്തു. അവിടെയും വില്ലനായ ഞാൻ എത്തി. പറഞ്ഞത് ഹോള് കട്ട് ചെയ്തിട്ട് ആ TV വെച്ച സാധനം ഉണ്ടല്ലോ, ആ ചുമരങ്ങ് പൊളിച്ചിട്ട് പിന്നെയും കുറച്ച് എടുത്തിട്ട് ചെയ്യണം. അന്നേരം ഉണ്ടല്ലോ നമ്മൾ ഈ നിക്കുന്ന ഗ്രിപ്പ് ഉണ്ടല്ലോ, ഇതിങ്ങ് താന്നു പോകും. ഒരു തേങ്ങയില്ല ഇതിന്, അതിന് കണക്കായ ഫൗണ്ടേഷൻ അല്ല. നിങ്ങൾക്ക് ഉണ്ടാവൂല തേങ്ങ, പക്ഷെ ഞങ്ങൾക്ക് തേങ്ങയുണ്ടോ. ഇത് കാണുമ്പോൾ വലിയ സെറ്റപ്പ് ആയിട്ടില്ലേ, പക്ഷെ വളരെ ബഡ്ജറ്റ് ആയിട്ട് കിട്ടുന്നത്. നമുക്കൊരു 6000-7000 രൂപക്കൊക്കെ സാധനം കിട്ടും. പക്ഷെ നമുക്ക് 6000-7000 രൂപക്ക് സാധാരണ ആൾക്കാർ വാങ്ങിക്കുന്ന വെച്ചാൽ ഇതേ ബൾബ് തന്നെ
ലെങ്ത് കുറഞ്ഞായിരിക്കും. അതെ. ഞാൻ തേടി എടുത്തതാണ്, പക്ഷെ ലെങ്ത് കൂടുതൽ കിട്ടുന്ന രീതിയിൽ ഒരു 9 ബൾബ് വരുന്നത്. ജെഫ്രി, ഈ ബൾബ് അവിടെ ഫിറ്റ് ചെയ്ത കാര്യം കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കും ജെഫ്രി. നീ ആ കുട്ടികൾ എങ്ങനെയാ പ്ലാൻ ചെയ്തത്? വീടിന്റെ പണി മൊത്തം കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ഇലക്ട്രിക് വർക്ക് എനിക്ക് ഓർമ്മ വരുന്നത്. എന്നെ അപ്പൊ പറഞ്ഞില്ല സ്റ്റാർട്ടിങ്ങിൽ കുട്ടികൾ വന്നിട്ട് 24 മണിക്കൂർ ചെയ്തു. പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇലക്ട്രിക് വർക്ക് ചിന്തിക്കുന്നത്. അവരെങ്ങനെ ചെയ്തു എന്നൊരു പിടുത്തമില്ല. എവിടുന്നൊക്കെ കണക്ഷൻ എടുത്തിട്ട് ലാസ്റ്റ് ചെയ്തു. ഇവിടുന്ന് എന്തൊക്കെയൊക്കെയോ നമ്മള് പൈപ്പും റാഡൊക്കെ വെച്ചിട്ട് നാളെ രാവിലെ വീട്ടിൽ. അല്ല, ഈ ഏണി മുറിച്ചത് ഇവര് മറന്നു വെച്ചത് ഞാൻ പറഞ്ഞുതരാം. ഈ ഏണി മുറിച്ചായിരുന്നല്ലോ, അന്നേരം ജെഫ്രി വഴക്കുണ്ടാക്കും. ഈ ഏണി വേണ്ട, അത് കളഞ്ഞേക്ക്. പക്ഷെ നമ്മളെപ്പോ അമ്മമാരുണ്ടല്ലോ, ഇതെന്തെങ്കിലും ആവശ്യം വരൂ എന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ. ആ ഏണി കടത്തി വെച്ച് അതൊരു ഫ്രെയിം പോലെ ആക്കി ആ കുള്ള കമലാസന, അതാകെ അത്രേ ഉള്ളു എന്റെ ഭാവ. ഓൻ അതിന്റെ മുകളിൽ അവനവിടെ കയറിയിട്ട് ഇത് ഫിറ്റ് ചെയ്യുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പക്ഷെ അവന്റെ പണിക്ക് സെല്യൂട്ട്, സെല്യൂട്ട്. പിന്നെ മെയിൻ എടുത്ത് പറയണമെങ്കിൽ അപ്പൻ ഈ വീട്ടിലെ എല്ലാ ഫർണിച്ചറും അപ്പനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സോഫയും നിങ്ങൾ താഴെ കണ്ട സോഫയും എല്ലാ സോഫാസും എന്റെ അപ്പന ഉണ്ടാക്കിയത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ടോട്ടൽ എല്ലാ സോഫ എല്ലാം ചെയ്തപ്പോ എത്ര ബഡ്ജറ്റ് ആയി ശരിക്കും? നമ്മൾ ഈ കടയിൽ പോയി വാങ്ങുന്ന ഇത് ബഡ്ജറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. എന്റെ വീട്ടിൽ എന്താ ഫെസ്റ്റ് വേണം അത് ഞാൻ ചെയ്തു. ബഡ്ജറ്റ് നോക്കാൻ പോയിട്ടില്ല. നമുക്ക് പുറമെ ഞാൻ പറയട്ടെ, നമ്മൾ ഓൾറെഡി ഹോൾസെയിൽ ആയിട്ട് സോഫാസ് ഒക്കെ കൊടുത്തോണ്ടിരിക്കുന്നു ചില ടീംസിനൊക്കെ. അപ്പൊ ഞാൻ താഴെ ഒരു ഫാക്ടറിയും കൂടി എടുത്തിട്ടുണ്ട്. അതിപ്പോ നമ്മൾ അപ്പന്റെ സോഫയുടെ പണിയുടെ ഒരു ഏരിയ ഒക്കെ മനസ്സിലാവും. രണ്ടാളിപ്പോ പുറത്തു പോകുന്നില്ല, അമ്മ കഫേ പോകും. നമുക്ക് ഒരു കഫേ എടുത്ത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നീ തുറന്നു പറഞ്ഞോ, ഞാൻ ഹെൽപ്പറാന്ന് പറഞ്ഞോ. സോഫ അപ്പൻ ഉണ്ടാക്കിയത്. ഇരുന്ന് നോക്കി എങ്ങനെ നോക്കിയോ, സാധാരണ പുറമേ നിന്ന് വാങ്ങിക്കുന്ന സോഫകൾ പോലെ തന്നെയാണ്. ഓ, ഹോൾസെയിൽ പ്രൈസിൽ. പിന്നെ വേറൊരു കേസ് വെച്ചാൽ ഇവിടെ പണ്ടൊരു വാതിലായിരുന്നു. അത് വെച്ചാല് ഇവിടെ ഒരു വാതിലായിരുന്നു, അപ്പുറത്തൊരു ബാൽക്കണി ആയിരുന്നു. ആ ബാൽക്കണി ഇപ്പൊ എന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ വേറൊരു കേസ് എടുത്ത് പറയണെങ്കിൽ ഞാൻ പറയാലോ, നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത്, വീട്ടിൽ ഇങ്ങനെയുള്ള ഫ്രെയിം ഒക്കെ നമ്മൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 1500, 1700, 800, 900 രൂപ കൊടുക്കണം. ഞാൻ ഇത് ചെയ്ത പരിപാടി അറിയാം. ഞാൻ കുറച്ച് ഫോട്ടോസ് സെലക്ട് ചെയ്തു, എന്നിട്ട് ഞാൻ നേരെ പ്രിന്റിംഗ് ഷോപ്പിൽ പോയി സാധനം പ്രിന്റ് ചെയ്തു. ഫ്രെയിമിന് വെറും 150 രൂപ, 120 രൂപ കൊണ്ടുവന്നു. എന്റെ വീട്ടിലെ എല്ലാ കസിൻസിനെയും വിളിച്ച് ഇരുത്തി നമ്മളിത് ഫുള്ള് കട്ട് ചെയ്തിട്ട് മറ്റേ ആ കുട്ടിയൊക്കെ എന്താന്ന് 2 രൂപന്റെ കൊള്ളിമുട്ടായി ഇല്ലേ, കൊള്ളിമുട്ടായി എനിക്ക് ഫ്രെയിം സെറ്റ് ആയി 2 രൂപന്റെ കൊള്ളിമുട്ടായി 10 രൂപക്ക് വാങ്ങി 5 എണ്ണോ എന്റെ പെൺകുട്ടികളെല്ലാം ഇരുത്തി പണിയെടുപ്പിച്ചു. കസിൻസിനെ എടുത്തിട്ട് ഞാൻ അവരെ യൂസ് ചെയ്തു. അവർക്ക് ചെറിയ മുട്ടായൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഇതിന്റെ അപ്പുറത്തെ ബാൽക്കണി എന്ന് പറഞ്ഞില്ലേ, ആ ബാൽക്കണിയുടെ രൂപം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇതായിരുന്നു പണ്ടത്തെ ബാൽക്കണി. പക്ഷെ ആ ബാൽക്കണി ഞാൻ എന്ത് ചെയ്ത്, ഈ ഡോർ അവിടെ ക്ലോസ് ചെയ്തിട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇവിടെ ഇരുന്നുകൊണ്ട് മഴ കാണണം. ആ ആഗ്രഹം ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് വന്നിരുന്നു നോക്കൂ, ഭയങ്കര രസമാണ് അവിടെ. അതൊരു വൈകുന്നേരം നേരമൊക്കെ ആകുമ്പോ ഇവിടെ വന്നു കഴിഞ്ഞാല് ഒരു കട്ടനൊക്കെ എടുത്ത ബുക്കൊക്കെ കാണാം. പിന്നെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഒരു ഭാഗ്യം എന്താന്ന് വെച്ചാല്, ഞാൻ ഇവിടെ കിടത്താം, ഉറങ്ങി എണീച്ച് ഞാനിത് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് എന്റെ കാറ് കാണാം. അവർക്ക് കാറ് കാണണോ, പക്ഷെ അവൻ വീഴോ എന്നുള്ള പേടിയാണ് എനിക്ക്. എന്നിട്ട് ഞാൻ പുറത്തിങ്ങനെ കാവലിക്കും, പുറത്ത് വന്നിട്ട് അവിടെ നിൽക്കും. അതാ പൊട്ടിപ്പൊളിഞ്ഞ് താഴോട്ട് വരും. ഇതിനെക്കാട്ടി നല്ലതായിരുന്നു ആ ഒരൊറ്റ മുറിയിൽ നമ്മൾ 3 ആൾ ഒന്നിച്ച് കിടക്കും, ഇവന്റെ കയ്യും കലക്കി ഇങ്ങനെ ആക്കി. പിന്നെ ഒന്നുകൂടി പ്രത്യേകത ഉണ്ട്, നമുക്ക് ഡോഗ്സ് ഉണ്ട് 3 എണ്ണം. ഇവിടെ വന്ന് നമുക്ക് ഇവിടെ വന്നാൽ ഇവിടെ ഇരുന്നാൽ ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് 3 ഇപ്പൊ നമുക്ക് ഇവിടെ ഇരുന്നാൽ ഇതെല്ലാം കാണാൻ പറ്റും. മെയിൻ നമുക്കൊരു 3 ഡോഗ്സ് കൊണ്ടായിട്ടുണ്ടായി. ആ ഡോഗ്സിന് ചെറുത് മുതൽ നമ്മൾ വെളുത്ത് ഇപ്പോൾ അവർക്കായിട്ട് ഷെഡെല്ലാം കെട്ടിട്ട് ഇവിടെ എണിച്ച പാട് അതിന് കാണാൻ. അതായത് എനിക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാല് എനിക്ക് ഉറങ്ങി എണീച്ചാൽ എനിക്കെന്നെ വണ്ടി കാണാം, അതിന്റെ അപ്പം ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കത് കാണാം. എന്റെ റൈറ്റ് സൈഡ് തിരിഞ്ഞാല് അവിടെ തന്നെ അവര് മക്കൾ, എന്നെ ഒരു 3 ഡോഗ്സ് ഉണ്ട് എനിക്ക്. 2 ഹിമാചലിൽ നിന്ന് കൊണ്ടുവന്നാണ്, ഒന്നിന് ഇവിടെ അഡോപ്റ്റ് ചെയ്തതാണ്. 3 പേര് ഉറങ്ങി എണീച്ചാൽ കാണാം. അപ്പുറത്തെ പറമ്പില് അമ്മൂനെ കെട്ടിയിട്ടുണ്ട്. അമ്മു എന്ന് പറഞ്ഞ ആട്, അമ്മൂനെ കാണാം. ഇവിടെ 2 പൂച്ചയുണ്ട് ഫാക്ടറിന്റെ ഉള്ളിൽ അപ്പന്റെ കൂടെ. നമ്മള് വീട്ടില് ഈ വീട്ടില് കയറി താമസം നടക്കുന്നത്, അതായത് നമ്മള് താമസിക്കുന്നതിന് മുമ്പ് ചെയ്തത് നമ്മുടെ ഡോഗ്സിനെ കൊണ്ടുവന്നു. കാരണം ഇവർക്കൊന്നും പോലും മര്യാദ കൂടുതൽ ഉണ്ടായിട്ടില്ല. നമ്മൾ ഇത്രയും വലിയ സ്ഥലം മേടിച്ചപ്പോ എല്ലാത്തിനും പക്ഷേ ഫാക്ടറിയിലിട്ട് അരിയണ്ണത്തിനെയും കോഴീനെയും താറാവിനെയും പൂച്ചനെയും എല്ലാം അതിന്റെ ഉള്ളിലായി. അടുത്ത പ്രാവശ്യം വരുമ്പോ ഇനി ഇതിന് കൂടുതൽ മാറ്റം വരും, കുറെ മാറ്റം ഉണ്ടാവും. അടുത്ത പ്രാവശ്യം വന്നപ്പോ വീട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡെക്കറേഷൻ ഇതെല്ലാം കാണാൻ പറ്റും. എന്താന്ന് വെച്ചാല് ഞങ്ങൾ എല്ലാരുടെ കഴിവില്, അവന്റെ കയ്യില് കുറച്ച് പൈസ ഉണ്ട് പണിയെടുത്തതിന്റെ, ഞങ്ങളെ കയ്യില് പണിയുണ്ട്. ഒരു യുണീക്ക് ആയിക്കോട്ടെ. എന്റെ അപ്പൻ ഇപ്പൊ കൈ കൊണ്ട്
ജസ്റ്റ് ഇപ്പൊ മെഷീൻ കംപ്ലൈന്റ് കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്തതാണ്. ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ ആ ഈ കഴിവ് നിങ്ങൾക്ക് എവിടെയെങ്കിലും പൈസ കൊടുത്താൽ കിട്ടുവോ? ഇല്ല. ആ അത് മനസ്സിലാക്കണോ. ഞാൻ വരാം. കല്യാണത്തിന് ടോട്ടലി നമ്മുടെ വീട് അങ്ങ് ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അത് ആദ്യത്തെ വീട് എടുത്ത് ഈ വീട് കാണണം, എങ്കിലാണ് ആളുകൾ ഈ ഇതല്ല ആദ്യത്തെ ഈ വീടല്ല എങ്ങനെ കണ്ടത്, പഴയ പഴയ ഈ വീട്. അത് ബാൽക്കണിയിലാണ് കണ്ട് ഇവിടെ വന്നിട്ട് പിള്ളേർക്ക് കുറച്ച് മനസ്സിലാവും. ഈ ബാൽക്കണിയില് എന്റെ ഒരു ആഗ്രഹം പോലെ ഒരു മുറി ജപ്രിക്കും ഒരു മുറി എന്റെ മോക്ക് റീനക്കും അവളെ ഹസ്ബൻഡും അവളെ കുട്ടികളും വന്നു കഴിഞ്ഞാൽ താമസിക്കും. പക്ഷെ എന്താ ഏറ്റവും വലിയ ഉപകാരം, ഇവൻ ഇല്ലാത്ത സമയത്ത് എന്റെ കുട്ടികൾ വന്ന് എല്ലാം വൃത്തിയാക്കും. അവര് വൃത്തിയാക്കിയത് ഞാൻ അതാണ് വ്യത്യാസം. ഏതെങ്കിലും കാണാനുണ്ടോ? പിന്നെ ഇത് ഒരു ബെഡ്റൂം ഉണ്ടായിരുന്നു, നമ്മൾ ഇത് പൊളിച്ചിട്ട് ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞു ഇതൊരു ബാൽക്കണി ആയിരുന്നു. ഓക്കെ. ഇവിടെ ഇങ്ങനെ ക്ലോസ് ആയിരുന്നു. ഇതൊരു സെപ്പറേറ്റ് റൂം ആയിരുന്നു. ഞാനെന്താ എനിക്കൊരു ലെങ്ത് ആയിട്ടുള്ള റൂം വേണം എന്നുള്ളതുകൊണ്ട് ഭാവിയിൽ ഫ്യൂച്ചറിൽ വൈഫൊക്കെ വന്നാല് അത്യാവശ്യം ഒരു വലിയ സ്പേസ് ആയിക്കോട്ടെ എന്നുള്ള രീതി കൊണ്ട് അങ്ങനെ സെറ്റ് ചെയ്തു. ഭാവിയിലേക്ക് ചിന്തിച്ച് ഈ റൂം മുറിക്കുമ്പോ വഴക്ക് ഈ റൂം മുറിക്കാനും വിട്ടില്ല തന്നെ. മുറിക്കാൻ വിട്ടിട്ടില്ല. പണിക്കാരൊക്കെ തിരിച്ചയച്ചു. പണിക്കാർക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചായ എല്ലാം കൊടുത്ത് പൈസ എല്ലാം കൊടുത്ത് മക്കളെ കൂലിയെല്ലാം എടുത്തോ. ഈ വീട് അങ്ങനെ പൊളിച്ചിട്ട് അവൻ അങ്ങനെ വീടാക്കണ്ട, നീ പോയിട്ട് 5 സെന്റ് എവിടെയെങ്കിലും സ്ഥലം എടുത്തിട്ട് നീ വീട് എടുത്തു ചോദിച്ചു നോക്കിയാ. ഞാൻ തന്നെ മെഷീൻ വെച്ച് മുറിച്ചു. ഇവൻ എല്ലായിടത്തും ചെടികൾ ഉണ്ടല്ലേ. ഇത് ചെടി ഞാൻ വാങ്ങിച്ചത് എനിക്ക് ഏകദേശം കുറച്ച് പൈസ ചെലവായി. ചെടി വാങ്ങിച്ചു കൊണ്ടപ്പോൾ എനിക്ക് ചെറിയായി. ഏകദേശം എത്ര ചെലവായി ചെടിക്ക്? അതിലൊരു കായില്ല, ഒരു പൂവില്ല, ഒന്നുമില്ല. എന്റെ പച്ചക്കറി അതാണ് 6000 റുപ്യ ചെടിക്കാരന്. ആണ് പറഞ്ഞ് മനസ്സിലാക്കി. 90s അല്ല 80s ആണ്. അതാണ് പ്രശ്നം. ഇപ്പത്തെ വീട്ടിലേക്ക് ഇങ്ങനത്തെ ചെടികളാണ്. ഇത് എന്റെ മോളെ മുറിയാണ്. റീനക്കുള്ള മുറി. നമ്മളുണ്ടല്ലോ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാല് ഈ കുറച്ച് പുറകോട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാല് നമുക്ക് TV താഴെയുള്ളവർക്കും കാണാം മേലെയുള്ളവർക്കും കാണാം. പിന്നെ അത് മാത്രമല്ല ഇപ്പൊ ഗൂഗിൾ ആണല്ലോ, താഴെയുള്ളവർ മാറ്റാൻ പറയും മേലെയുള്ളവർ മാറ്റാൻ പറയും. അടിക്ക് ഒരു കുറവില്ല. എന്റെ സാനിയും സോനിയും വന്നു കഴിഞ്ഞാൽ തീർന്ന്. ഇവിടെ ടോട്ടലി ഇതൊരു എത്ര ബഡ്ജറ്റില് പണിതൊരു വീടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നോക്കിയിട്ടില്ല. അതായത് പൈസ എന്ന് പറയുന്ന സാധനം എൻ്റെ അടുത്ത് ഇല്ലാതെ 5 പൈസ ഇല്ലാതെയാണ് ഞാൻ ഈ വീട് വാങ്ങിക്കുന്നത്. ആരും വിശ്വസിക്കില്ല. അതായത് ഞാൻ ഫൈനലായിട്ട് ഞാൻ ഈ വീട് കാറ് ഇതൊക്കെ വാങ്ങിച്ചപ്പോൾ ഞാൻ അറിയാതെ എൻ്റെ ബാക്കിൽ നിന്ന് സംസാരിക്കുന്നത് ഞാൻ എനിക്കെന്തൊക്കെ കള്ളക്കടത്താണ്, ഓക്കെ എനിക്കെന്തൊക്കെ വേറെ പരിപാടിയാണ്. സത്യം അറിയുന്നവർക്ക് അറിയാം, ഞാൻ ആരും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയിട്ടില്ല. എനിക്കിപ്പോൾ എൻ്റെ 25-26 വയസ്സിൽ എനിക്ക് 5 വർഷത്തെ ITR ഉണ്ട്, മനസ്സിലായോ? അപ്പൊ ഞാനത് പണ്ട് ഞാൻ ഫ്യൂച്ചറിൽ എന്താവും ചെയ്തിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ITR കാര്യങ്ങളൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ചെറിയ ലോണുകളൊക്കെ അടച്ചു തരുന്നത്, ലോൺ നമുക്ക് ബാങ്ക് ഇങ്ങോട്ടേക്ക് തരും ലോൺസ് ഒക്കെ. കറക്റ്റ് അടയ്ക്കാനുള്ള കഴിവും അടയ്ക്കാനുള്ള ഒരു വരുമാനം നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രമായി. അപ്പൊ ഞാൻ കറക്റ്റ് ആ ഒരു രീതിയിലാണ് പോകുന്നത്. ഞാൻ വരുമാനം ഉണ്ടാക്കുന്നു, എനിക്ക് അടയ്ക്കാൻ പറ്റുന്നുള്ള ഒരു ഉറപ്പ് കിട്ടുമ്പോൾ ഞാൻ ഓരോന്നോരോന്ന് വാങ്ങിക്കും. പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഫുൾ അടച്ചു തീർക്കാൻ പറ്റുന്ന അടച്ചു തീർക്കും. പിന്നെ ആകെ പൈസ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു പോസ്റ്റ് ഓഫീസിൽ കുറച്ച് കുറി വെച്ചിട്ടുണ്ടായി. അതേപോലെ നാട്ടുകാർക്കും അറിയാം വീട്ടുകാർക്കും അറിയാലോ കുറി വെക്കുമ്പോൾ. പിന്നെ ഒരു ചെറിയ നമ്മൾ താമസിക്കുന്ന ചുറ്റുപാട് പെണ്ണുങ്ങന്മാരുടെ അടുത്ത് കുറി വെക്കും. ഇതൊക്കെ ഇവർ തരുന്ന പൈസയിൽ ഞാൻ അത് മുക്കിയിട്ട് എടുത്തു വെക്കുന്ന പൈസ. പിന്നെ ഞാൻ സ്വർണം വാങ്ങിയിട്ട് ഉപയോഗിച്ചിട്ട് ഇടൂല, ഞാൻ കോയിൻസ് വാങ്ങും. അത് ഞാൻ വാങ്ങുന്ന കോയിനിലെ പിടിയിലെന്ന് പറഞ്ഞാൽ അതിന് പണിക്കൂലി കൊടുക്കണ്ട. അങ്ങനെ ഈ കോയിനുകൾ വാങ്ങി സൂക്ഷിച്ച് മോക്കും ആവശ്യത്തിന് കാതിലെ കഴുത്തിലിടാൻ ചെറിയ കുട്ടികൾക്കും ചെറിയ കമ്മൽ അങ്ങനെ. പിന്നെ കുറച്ച് പൊന്ന് മാത്രമേ ഉണ്ട്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഒരു വീടെടുക്കണം എന്നുള്ള സ്വപ്നം കണ്ടത്. പക്ഷെ എന്റേതായ 1 റുപ്യ ഇവ വാങ്ങിയിട്ടില്ല. ചോദിച്ചിട്ടില്ല ജെഫ്രി എന്റെ മോൻ ഗ്രേറ്റ് ആയിട്ട് പറയാ. അവന് 0-ൽ നിന്ന് ഇപ്പൊ ഈ കപ്പാസിറ്റിയിൽ ഒരു ലെവൽ എത്തി. അവനെ സഹായിച്ചത് ആ ബാങ്കുകാരൻ നമ്മളിപ്പോ ഇങ്ങനെ ഒരു നമുക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടല്ലോ, അത് ആ ബാങ്കുകാരൻ എനിക്കും കൂടി ഇരുന്ന് പറഞ്ഞു തന്ന് ഇത് കടല്ല, നിങ്ങളിപ്പോ വാടക അടക്കുന്നില്ല. ക്വാർട്ടേഴ്സിൽ നമ്മൾ ജെഫ്രി 18 വയസ്സായപ്പോ തളിപ്പറമ്പ് വീട്ടില് പിന്നെ ആ വീട്ടിന് വാടക അടക്കാൻ തുടങ്ങുന്ന മേലെ വീടും താഴെ പീടിയും. അപ്പൊ പൈസ എത്ര പോകുന്നത് ഇത് നമ്മൾ കണക്കൂട്ടുന്നുണ്ട്. എപ്പോഴെങ്കിലും ആ പൈസക്ക് നിങ്ങൾക്ക് ഈ വീട് നിങ്ങളതാണ്. പൈസ ചെറിയൊരു വരുമാനം വരുമ്പോഴേക്കും എല്ലാവരും ചെയ്യുന്നത് സ്വന്തം വീട് ഉണ്ടെങ്കിൽ പോലും ഒരു സ്ലം ഏരിയയിലാണെങ്കിലും നമുക്ക് അത്യാവശ്യം പ്രൗഡിയായിട്ട് ജീവിക്കണം എന്നുള്ളത് അപ്പൊ തന്നെ ഒരു വാടക വീടെടുത്ത് മാറും. ഞാൻ 2024 വരെ, അതായത് 2025 നവംബറിലാണ് നമ്മൾ വീട്ടിലേക്ക് താമസം. അതുവരെ 2025 നവംബറിന് മുമ്പ് വരെ ഞാൻ എൻ്റെ പഴയ മിഡിൽ ക്ലാസ്സിൽ എല്ലാവരും താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഞാൻ താമസിച്ചിട്ടുള്ളത്. ആ 1 സെന്റ് ഭൂമിയിൽ ഞാനൊരു വാടക വീട്ടിൽ മാറിയിട്ടില്ല, ഞാനൊരു ലീസിന് വീട് എടുത്തിട്ടില്ല. ഞാൻ ചിന്തിച്ചത് ഞാൻ അങ്ങനെയാണ്, എനിക്ക് കാർ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കാർ BM ആയിരിക്കണം, അതെന്റെ ഡ്രീമായിരുന്നു. ഇത്രയും കാലം കാർ വാങ്ങിച്ചില്ല, ഒരാഴ്ച മുമ്പ് വാങ്ങിച്ചത്. വീട് വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ വാടക വീട് മാറില്ല, ഞാൻ മാറുന്നുണ്ടെങ്കിൽ വീടെടുത്തത് കൂടി മറന്നു പോന്നു കേട്ടാ.
ഇവൻ ഈ ആ വീട് വിശേഷം മുഴുവൻ ഈ വീട് interview ഈ ല് വീട് ചോദിക്കാം. ഈ വിശേഷമൊക്കെ എനിക്ക് എല്ലാം അറിയണം. എല്ലാം പറഞ്ഞു കൊടുത്താൽ ഇനി ആ, എനിക്ക് വേറെ interview കാരണമില്ലാതോ അല്ല എനിക്ക് ഇനി ഇന്റർവ്യൂ എടുക്കാനുണ്ടോ നിങ്ങളെ അല്ല ഈ വീട് മാത്രല്ല പുതിയ നമ്മളിപ്പോ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടില് ചെറിയ ഓടിട്ട വീട് എന്റെ പഴയ ഗൈസ്മാർക്കൊക്കെ അറിയാം. കുഞ്ഞു ഓടിട്ട വീട്ടില് അവിടെ പട്ടി ഉണ്ടാവും, പൂച്ച ഉണ്ടാവും, ജപ്പറി ഉണ്ടാവും, നമ്മളെല്ലാം ഉണ്ടാവും. ഓക്കെ നമ്മളിങ്ങനെ എന്നിട്ട് ആ വീട് ഇവൻ 2 ബെഡ്റൂം, അറ്റാച്ച് ബാത്റൂം, പൈപ്പ്, 16 പൈപ്പ്, ഞാൻ എവിടൊക്കെ നിൽക്കുന്ന അളക്കുന്നിടത്തൊക്കെ അങ്ങനെയൊക്കെ എനിക്ക് അതായത് സ്വർഗം. എന്റെ പഴയ ചെറിയ വീടുണ്ടല്ലോ, ആ ചെറിയ വീട് ഒരു ഓടിട്ട കുഞ്ഞു വീടായിരുന്നു. ആ വീടിനെ എന്റെ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ട് ഞാൻ 2 റൂമും ബാത്റൂം ഒക്കെ വെച്ചിട്ട് PVC പൈപ്പ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഷവറൊക്കെ സെറ്റ് ചെയ്തത്. എന്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇന്നിപ്പോ ദിവസം ഈ വയറിങ് ഈ റൂമിൽ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ആ റൂമിലേക്ക് കത്തും. ഇന്നിപ്പോ എടുത്ത് സ്വിച്ച് മര്യാദ ഇന്നിപ്പോ ഈ വീട് അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 3 പേരും നിങ്ങളുടെ 3 പേരുടെ ഒരു പ്രയത്നം ഈ വീട്ടിലുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം പറയാം, എന്റെ ഒരു വീട് വലിയൊരു വീടൊന്നുമല്ല, ചെറിയൊരു വീട് അത്രേ ഉള്ളൂ. വലിയ വലിയ റൂംസ് ഒന്നുമില്ല, ഒറ്റ റൂം മാത്രമേ വലിയ റൂമുള്ളൂ. പക്ഷെ നമ്മുടെ അച്ഛനും അമ്മയും സന്തോഷത്തോടെ കിടക്കുന്നുണ്ടോ, സമാധാനത്തോടെ കിടക്കണ്ട. ഈ വീട്ടിൽ നിങ്ങൾ ഹാപ്പിയാണ് ഇവിടെ? ഞാൻ ഹാപ്പിയാണ്. സ്വർഗത്തിലാണ്. ഞാൻ ഫസ്റ്റിലെ പറഞ്ഞില്ലേ ഞാൻ സ്വർഗത്തിലാണ്. ഞാൻ പറഞ്ഞായിരുന്നു. നമ്മളപ്പോ അത് മാത്രം അതെ. നോക്കിയാൽ അപ്പൊ സ്വർഗം കാണാൻ എനിക്കും ഭാഗ്യം കിട്ടി. എനിക്ക് ഇവിടെ വരണം. അപ്പത്തേക്ക് ഈ വീട് ഇനിയും മാറും. പരീക്ഷണങ്ങളൊക്കെ ഇവിടെ ഞാൻ പണ്ട് പറഞ്ഞ അതേപോലെ തന്നെയാണ്. എനിക്കൊരു യൂട്യൂബർ ആയിട്ട് മാറാനല്ല, എനിക്കൊരു ബിസിനസ്മാൻ ആയിട്ട് മാറാനാണ് ആഗ്രഹം. അത് ഞാൻ ഇവൻ ബിസിനസ്മാൻ ആകുന്നുള്ളത് എന്റെ ആ പഴയ വീട് പൊളിച്ച് കടിച്ച് ആ റൂമുകളൊക്കെ മാറ്റിയപ്പോ തന്നെ ഞാൻ വിചാരിച്ച് ഇവൻ ഒരാള് ബുദ്ധിശാലിയാണെന്ന്. അപ്പൊ ഒരുപാട് അത് ഈ 2 ചാക്ക് സിമെന്റ്, ഈ 2 ചാക്ക് പൂഴി. അവിടെ ഞങ്ങൾ ആ വീടായി ഏകദേശം 3 മാസം ആകുമ്പോഴേക്കും മേലത്തെ ഓട് കംപ്ലീറ്റ് അയച്ചറിഞ്ഞ് സിമെന്റ് സീറ്റ് ഇട്ട് കമ്പി വെൽഡ് ചെയ്ത് അതിന് ഞങ്ങൾക്ക് കുറച്ച് സഹായിച്ചവരുണ്ടായിരുന്നു. അതെല്ലാം കൂടി ആയപ്പോഴേക്കും ആ വീട്ടിൽ നിന്ന് സമാധാനത്തിൽ മഴ പെയ്യുമ്പോ പഴയ വീട് വീണ് പോയപ്പോ എന്നെ ഒരു പാർട്ടിക്കാർ വന്ന് സഹായിച്ചിട്ട് കെട്ടുന്ന വീടാണ്. ഓക്കെ അങ്ങനത്തെ ലെവലിലായിരുന്നു നമ്മൾ ഉണ്ടായത്. ഇന്നിപ്പോ നമ്മൾ 1000 രൂപ വാങ്ങിക്കാതെ വീട് വെച്ചു. ഇനി എന്റെ ആഗ്രഹം പറ്റുവാണ് ദൈവം സഹായിച്ചിട്ട് ആരെങ്കിലും അർഹതപ്പെട്ടവർക്ക് കയ്യിൽ പൈസ തരും, ഒരു കുഞ്ഞു വീടൊക്കെ വെച്ചു കൊടുക്കണം. പറ്റട്ടെ. ഞാൻ ആദ്യം എന്റെ ഫാമിലിനെ സേഫ് ആക്കിയിട്ടായിരിക്കും ഞാൻ ചെയ്യുക. കാരണം എന്റെ അമ്മേനെ അപ്പനും എന്റെ ചുറ്റുള്ളവരൊക്കെ പറ്റുന്ന പോലെ നമ്മൾ എന്തായാലും നടക്കട്ടെ. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങളുടെ സ്വപ്ന ഭവനം എനിക്കും കൂടെ കാണാൻ പറ്റിയില്ല. അപ്പം ഇനിയും ഞാൻ വരും വീട്ടിലേക്ക്. ഇനിയുള്ള മാറ്റം ഇപ്പൊ നല്ലപോലെ കണ്ടോ. ഇനി ചിലപ്പോ ജപ്പറി വേറെ എന്തെങ്കിലുമൊക്കെ പൊളിച്ചിടാം. വരുമ്പോ ഒരു ചെറിയൊരു കാര്യം പറയാം. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ഇതിന് മുകളിൽ സ്റ്റെയർ ഉണ്ട്, മുകളിൽ സ്പേസ് ഉണ്ട്. ഇപ്പൊ ഞാൻ കാണിക്കുന്നില്ല, അടുത്ത പ്രാവശ്യം അടുത്ത തവണ നമുക്ക് കാണാം. അത് ഞാൻ വേറെ തന്നെ സെറ്റപ്പിലാക്കി. 1ാം ഭാഗം 2ാം ഭാഗം അങ്ങനെ സിനിമ എടുക്കൂലേ അതുപോലെ.